ഇതേതെങ്കിലും എയർക്രാഫ്റ്റിൽ നിന്നുള്ള കാഴ്ചകളല്ല, നമ്മുടെ സ്വന്തം KSRTCയുടെ ബ്രാൻഡ് ന്യൂ ബസ്സായ ബിസിനസ് ക്ലാസ് ബസ്സിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഒരു എയർക്രാഫ്റ്റിന് സമാനമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ബസ്സാണിത്. വളരെ ലക്ഷൂറിയസും അതുപോലെ തന്നെ കംഫർട്ടബിളും ആയിട്ടുള്ള സീറ്റിംഗ് ആണുള്ളത്. അതുപോലെ ഓരോ സീറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഡിസ്പ്ലേ സിസ്റ്റവും ഹെഡ്ഫോൺ സംവിധാനവും ഒക്കെ ഉണ്ട്. ഓരോ സീറ്റിലും സെപ്പറേറ്റ് ചാർജിംഗ് പോയിന്റും അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും ബസ്സിനുള്ളിലുണ്ട്. ലോങ് യാത്രക്കിടയിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളെ കാലുകളൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള നല്ല ലെഗ് സ്പേസ് ആണ് രണ്ട് സീറ്റുകൾക്കും ഇടയിലുള്ളത്. അതുപോലെ അത്യാവശ്യം യൂറിനൽ ഫെസിലിറ്റി ഉള്ള ഒരു ടോയ്ലറ്റ് സംവിധാനവും ഈ ബസ്സിനുള്ളിൽ തന്നെയുണ്ട്. സാധാരണ ഫ്ലൈറ്റുകളിൽ യാത്രക്കാരുടെ സർവീസിനായി എയർ ഹോസ്റ്റസ് ആണെങ്കിൽ ഇവിടെ ബസ് ഹോസ്റ്റസ് ആണ് യാത്രക്കാരുടെ സർവീസിനായി ഉള്ളത്. ഫ്ലൈറ്റിന് സമാനമായി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രസ് കോഡാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. യാത്രക്കിടയിൽ ഈ ബസ്സിനുള്ളിൽ തന്നെ ടീയും സ്നാക്സും ഒക്കെ യാത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KSRTC ഇപ്പോൾ 2 റൂട്ടിലാണ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നും എറണാകുളത്തേക്കും ആലപ്പുഴ നിന്നും ബാംഗ്ലൂരിലേക്കുമാണ് ഈ 2 ബസ്സുകളും ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ് രാവിലെ 5:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നും 5:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് 9:45 എറണാകുളത്തെത്തും. തിരിച്ച് അതേപോലെ വൈകിട്ട് 5:30ക്ക് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് തമ്പാനൂരിൽ രാത്രി 9:45 എത്തിച്ചേരുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആലപ്പുഴയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന ബസ് വൈകുന്നേരം 5:30ക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാവിലെ 6 മണിക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് തിരിക്കുന്ന ബസ് രാവിലെ 8 മണിക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ബാംഗ്ലൂർ ആലപ്പുഴ ബസ്സിൻ്റെ ഷെഡ്യൂൾ. ബാംഗ്ലൂർ ആലപ്പുഴ ബസ്സിന്റെ റേറ്റ് വരുന്നത് 1600 1800 റേഞ്ചിനിടയിലാണ്. അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 671 രൂപയാണ്. KSRTC സ്വിഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ് പോർട്ടൽ വഴിയും അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴിയും ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ഇതുപോലുള്ള ലക്ഷറിയസ് ബസ്സിലുള്ള യാത്ര വളരെ കംഫർട്ടബിളും അതുപോലെ തന്നെ ടൈം സേവിങ്ങുമായിരിക്കും. തീർച്ചയായും ഇത് KSRTCയുടെ ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ പറയാം. KSRTCയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുപോലുള്ള ബ്രാൻഡ് ന്യൂ ബസ്സുകൾ ഇനിയും KSRTC ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്.